വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മളെപ്പോഴും എക്സാമിന്റെ തലേ ദിവസം ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം, BBA, MCOM ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈ ഒരു പേപ്പർ വലിയൊരു പേപ്പറാണ്. നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. പ്ലസ് 2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാപ്പുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. സോ നമുക്കറിയാം, നമുക്ക് ടോട്ടൽ 100-ൽ 35 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് ഇൻറ്റേർണലിന് വേണ്ടിയിട്ട് 30 മാർക്കിന് ഓൾറെഡി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൽ നമുക്ക് ഒരു പകുതി മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മിനിമമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 30-ൽ ഒരു 15 കിട്ടിയെന്നിരിക്കുക. ദെൻ നമുക്ക് ബാലൻസ് 70-ൽ 21 മാർക്സ് നമുക്ക് എക്സ്റ്റേണലിൽ എഴുതി മേടിച്ചാൽ മതി പാസ്സാകാൻ. ഇന്റേണലും എക്സ്റ്റേണലും കൂടിയിട്ട് 35 മതി. അതിൽ നമുക്ക് 70-ൽ 30% എന്ന് പറഞ്ഞാൽ 70-ൽ 21 മാർക്ക് മിനിമം മേടിക്കണം. ദെൻ ഇന്റേണലിൽ നമുക്കൊരു പകുതി മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തായി, നമ്മൾ പാസ്സായി എന്നുള്ളതാണ്. സോ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും പാസ്സാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് പാർട്ട് ഡിയും അതുപോലെ തന്നെ പാർട്ട് ബിയുമാണ്. ഈ 2 പാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2 മാർക്സ് ചോദ്യങ്ങളാണ് പാർട്ട് ബിയിൽ വരുന്നത്, SC ചോദ്യങ്ങളാണ് പാർട്ട് ഡിയിൽ വരുന്നത്. നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഒരുപാട് ഇടുന്ന പാർട്സ് ആണ് ഇത് രണ്ടും. കാരണം ആദ്യം 1 വേർഡിന് ശേഷം നമുക്ക് എഴുതാൻ മെയിൻ ആയിട്ടുള്ളത് 2 മാർക്സിന്റെ ഏരിയയിലാണ്. സോ 2 മാർക്സ് പലപ്പോഴും കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറ്. നമുക്ക് ആ കൂടി 2-3 സെന്റൻസ് എഴുതിയാൽ മതി. ദെൻ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പോസിബിൾ അല്ല. ആദ്യമായിട്ട് നിങ്ങളാണ് എക്സാം എഴുതുന്നത്. ഈ ഒരു പാർട്ടിൽ യൂഷ്വലി നമുക്ക് 8 ചോദ്യങ്ങളിൽ 6 എണ്ണമാണ് എഴുതേണ്ടത്. ഈ 8 ചോദ്യങ്ങളിൽ മെജോറിറ്റി ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതും ബേസിക്സുമാണ് ചോദിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ആയിട്ട് 2 മാർക്സിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അതിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് 2 മാർക്സിൻ്റെ. നമ്പർ 1 നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ്. അക്കൗണ്ടിങ് എന്താണ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഡിഫറെന്റ് കൺസെപ്റ്റ്സ്. ആ കൺസെപ്റ്റിൽ ഏതെങ്കിലും 1-2 മിക്ക പേപ്പറിലും 2 മാർക്സിന്റെ വരുന്നതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷന്റെ പല ടേമുകൾ, ഡിപ്ലീഷൻ, അതിന് ഒബ്സോളസൻസ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്. ദെൻ അതുപോലെ തന്നെ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ്. ദെൻ നമുക്ക് അതിനുശേഷം ടേമുകളിലോട്ട് വരാണെങ്കിൽ ഫൈനൽ അക്കൗണ്ടിൽ ഈ പറയുന്ന ബാഡ് ഡെറ്റ് എന്താണ്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെ അക്രൂഡ് ഇൻകത്തിന്റെ ട്രീറ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ്സിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. ദെൻ പാർട്ണർഷിപ്പ് എന്താണ്, ദെൻ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്, ഗെയിനിങ് റേഷ്യോ എന്താണ്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പിന്റെ മീനിങ് ചോദിക്കാറുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്, ഡിസീസ്ഡ് പാർട്ട്ണർ ആരാണ്. ദെൻ ഗുഡ് വിൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ, അത് നമുക്ക് 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്. അപ്പൊ ഇങ്ങനെ 2 മാർക്സിന്റെ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ബേസിക് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
വീഡിയോ അതൊന്നും കാണാം. സോ 8 എണ്ണത്തിൽ നമുക്ക് അതിൽ നിന്ന് 6 എഴുതേണ്ട, നമുക്കൊരു 3 എണ്ണം, 6 നമുക്ക് 6 കിട്ടണ്ട, നമുക്ക് അതിലൊരു 3 കിട്ടിയെന്നൊക്കെയാ. അപ്പൊ തന്നെ ഒരു 6 മാർക്കായില്ലേ. ദെൻ പിന്നെ എസ് ടോപ്പിക്സിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 4 എസ് ഉണ്ടാവും. അതിൽ 2 ആൻസർ ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 10 മാർക്ക്. അപ്പോൾ നമുക്ക് എസ് 4 എന്ന് പറയുമ്പോൾ മിക്ക പേപ്പറിലും നമുക്ക് ഫൈനൽ അക്കൗണ്ട് കമ്പൽസറി ആണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ബേസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും ചോദിക്കും. ഇപ്പം 2 പ്രോബ്ലം 2 തിയറി നമ്മൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. മെജോറിറ്റി നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 3 പ്രോബ്ലം 1 തിയറി അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ കാണാറുണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഷുവർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ കൂടുതൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രോബ്ലം എസ് ആണ്. പിന്നെ തിയറി ആയിട്ട് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ, ഞാൻ നേരത്തെ പറഞ്ഞ തിയറി ചോദ്യം. ദെൻ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീഡിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയറി ചോദ്യം. പിന്നെ നമുക്ക് ഡിപ്രീസിയേഷനിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ തിയറി, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റും അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഈ പറയുന്നതിന്റെ പ്രോബ്ലം ഡിപ്രീസിയേഷൻ്റെ അത് ചോദിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എസ് ടോപ്പിക്കിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ അത് തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഒരെണ്ണം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഡീഡ്, പാർട്ണർഷിപ്പിനെ പറ്റിയുള്ള ബേസിക് തിയറി, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ, അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇങ്ങനെയുള്ള ബേസിക് തിയറി ടോപ്പിക്ക് പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും 2 എസ്സേല് ഏതെങ്കിലും 4 എസ്സിൽ നിന്ന് 2 കിട്ടാൻ അതുകൊണ്ട് തന്നെ നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും 2 അറ്റൻഡ് ചെയ്ത് വലിയ കുഴപ്പമില്ലാണ്ട്, ഇപ്പൊ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും ചെയ്താൽ 2 കൂടി 10 മാർക്സ് എങ്കിലും കിട്ടിയെന്നേക്കുക. പാർട്ട് ബിയുടെ കേസിലോട്ട് പോകുമ്പോൾ 8 ചോദ്യത്തിൽ ഒരു 3 തിയറി 2 മാർക്സിന്റെ എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനായിട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവ് മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ട് ഡിയിൽ നിന്ന് 2 എസ്സേയും കൂടിയിട്ട് 10 കിട്ടിയാൽ, 10 കിട്ടിയാൽ 2 കൂടിയിട്ട് 20 മാർക്കാണ്, മിനിമം 10 കിട്ടിയെന്നൊക്കെയാ. പാർട്ട് ബിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 6 മാർക്ക് ആ രീതിയിൽ കിട്ടി. പിന്നെ നമുക്കൊരു 5 മാർക്കും കൂടിയാണ് എന്ത് വേണ്ടോ, പാസ്സാകാൻ വേണ്ടോ. സോ പാർട്ട് സിയിൽ നമുക്ക് 5 മാർക്കിന്റെ 6 ചോദ്യങ്ങളാണ് വരാം. നിങ്ങൾ പാർട്ട് ഡിയിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ട് ബിയിലോട്ട് വേണ്ടി പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും നമുക്ക് പാർട്ട് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് തിയറി ആയിട്ട് നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് തിയറി, അതിന്റെ അസംഷൻസ്, കൺസെപ്റ്റ്സ്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ, അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഡിപ്രീസിയേഷനിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ അതിന്റെ തിയറിയോ, ഡിഫറെന്റ് ഈ ഫിക്സഡും അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ ഡിഫറൻസ്, ദെൻ ഗുഡ് വില്ലിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം അതിന്റെ തിയറിയും, പാർട്ട്ണർഷിപ്പില്, അതുപോലെ തന്നെ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം, പാർട്ട്ണർഷിപ്പിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം, അതിന്റെ തിയറിയും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡോ അങ്ങനെ, അതല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലം സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയും ചോദിക്കാം. ഞാൻ 5 മാർക്കിനുള്ള റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈ 2 ബി പാർട്ടും ഡി പാർട്ടിലേക്കും ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ അതിലേക്കുള്ള പല കാര്യങ്ങളും സിയിലും കിട്ടും. ശരിക്കും ഡിയിൽ നിന്ന് 10ഉം ബിയിൽ നിന്നൊരു 6ഉം, പിന്നെ ഈ 2ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് സിയില് 6 ചോദ്യങ്ങൾ നമുക്ക് അറിയുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്സിനേക്കാൾ കൂടുതൽ നമുക്ക് സി പാർട്ടിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ 1 മാർക്കിന്റെ വേറെ ഉണ്ട്, ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ പറയണത് ഏറ്റവും മിനിമം നമുക്ക് എന്തായാലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 2 മാർക്സിന്റെ ചോദ്യങ്ങൾ പഠിക്കാൻ കുറച്ചൊരു 10-15 ചോദ്യങ്ങൾ 2 മാർക്സിന്റെ പഠിക്കാൻ എത്ര നേരം വേണം? ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പോസിബിൾ അല്ലേ? 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി. ഒക്കെ അതിന് 2-3 സെന്റൻസുകളോ. എസ്സേയുടെ കേസ് ആണെങ്കിൽ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ അപ്രോച്ച് സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് വൈകിട്ട് 7 മണിക്ക്
നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് വയ്ക്കുന്നുണ്ട്, അതിന് കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഓൺലൈൻ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ക്ലാസ്സസും ഓൾറെഡി 4 പേപ്പേഴ്സിൻ്റെയും നമ്മുടെ അവൈലബിൾ ആണ്. മറ്റ് പേപ്പേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.